ഹലോ, തനിഷ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇതെന്താണെന്ന് വിചാരിക്കും. ഇത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിരുന്നു. അതെല്ലാവരും കണ്ടിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ, ട്രൈ ചെയ്ത് നോക്കണം. അത് കണ്ടിട്ട് ആ വീഡിയോ ഒന്ന് എല്ലാവരും കാണണം, മസ്റ്റാണ്. കാരണം നമ്മൾ വെറുതെ കാശ് കൊടുത്തിട്ടൊന്നും നമ്മൾ ഷോപ്പിൽ നിന്നൊന്നും മിൽക്ക് മെയ്ഡ് വാങ്ങണ്ട. കാരണം അത്രയ്ക്കും പെർഫെക്റ്റായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു പരുവത്തിൽ ആ ഒരു നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടും ചെയ്യും, നമ്മൾ ആ തിക്കിൽ കിട്ടും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഞാൻ ഇന്നത്തെ ദിവസം എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ പോയിരുന്നു. അവിടെ ഞാൻ പെരുന്നാളായിട്ട് പോകാൻ എനിക്ക് പറ്റിയില്ല. പെരുന്നാളിന് പോയിരുന്നു, പക്ഷേ അവിടെ ഒരു എല്ലാവരും ഒത്തുകൂടുന്ന അന്നൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ നാത്തൂനും നല്ല ആവോലി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അതൊക്കെ നമ്മൾ കഴിച്ചു. പിന്നെ ചെറിയ പെങ്ങളെ വീട്ടിലാണ് പോയത്, ജംഷിയാൻ്റെ. പിന്നെ മൂത്ത പെങ്ങളെ അടുത്തേക്ക് എന്തായാലും പോകണം, കാരണം അവിടെ അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ അവിടെ പോയില്ലെങ്കിൽ ശരിയാവില്ല. ഉമ്മയുപ്പി അവിടെ ആണെന്ന് ഞാൻ എപ്പോഴും പറയല്ലേ. അങ്ങനെ അവിടെ പോയപ്പം നാത്തൂൻ്റെ മോള് പിയാപ്പിളിൻ്റെ അവിടെ നിന്ന് വന്നിരുന്നു, അവളെ നാത്തൂനും ഉണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും പോകാൻ നിൽക്കുന്ന ടൈമിലായിരുന്നു ഞാൻ വന്നത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഉപ്പ പറഞ്ഞു എന്നോട് ഒന്ന് നഖം വെട്ടി തരാൻ. അപ്പം ഞാൻ നഖം വെട്ടി കൊടുക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഉപ്പക്കും ഞാനിങ്ങനെ നഖം വെട്ടി കൊടുക്കാറുണ്ട്. പാവം ഉപ്പ ജീവിച്ചിരിക്കില്ല, മരിച്ചു പോയി 4 വർഷമായി. അത് പറയുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ഫീലിങ്സ് ആട്ടോ, എന്താ അറിയില്ല. പിന്നെ ഞാൻ പോകുന്നത് മൂത്ത പെങ്ങളെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്നും അറ്റാക്കായിട്ട് ഓപ്പറേഷനൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞതാണ്, ബ്ലോക്കൊക്കെ നീക്കി. പക്ഷേ ഇവിടെ നാട്ടിലെത്തിയപ്പോൾ ഇവിടെ 10 ദിവസം ചികിത്സ അഡ്മിറ്റ് ആയിരിക്കണേ. കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ മലബാർ ഹോസ്പിറ്റൽ. അപ്പോൾ നമ്മൾ ചെറിയ പെങ്ങളും പിയാപ്പിളിൻ്റെ കൂടെ പോവാണ്. നമുക്ക് ഇവിടെ ആദ്യമായിട്ട് പോവാണ്, പക്ഷെ ഇവിടുത്തെ ഒരു എത്തും പിടി നമുക്ക് കിട്ടില്ല. അവർ കുറേ പ്രാവശ്യം പോയതുകൊണ്ട് നമ്മൾ അവരെ കൂടെ പോവാണ്. അപ്പോൾ അതാണ് അലിങ്കാക്ക, മൂത്ത പെങ്ങളെ പിയാപ്പിള. അലിങ്കാക്കൻ്റെ ഇവിടുത്തെ ഭയങ്കര ചിട്ടയായ ചികിത്സയാണ്, ഒരു കൊടുക്കുന്ന ഭക്ഷണം അങ്ങനെയൊക്കെ ഉള്ളതായിട്ട്. അപ്പോൾ ആൾ നല്ലോണം ക്ഷീണിച്ച് എന്തോ ഒരു കോലത്തിലിരിക്കുകയാണ്. പിന്നെ നമ്മൾ പിറ്റേ ദിവസം അന്ന് ബീച്ചിൽ നമ്മൾ പോകണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ പിറ്റേന്ന് ബീച്ചിലേക്ക് ഒന്ന് കറങ്ങാൻ വിചാരിച്ചാണ്. കാരണം പെരുന്നാളായിട്ട് എന്നതിന് ശേഷം നമ്മൾ രണ്ടാളും മാത്രമായിട്ടൊന്നും എവിടെയും പോയില്ലായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ കുറച്ച് ഇരുന്ന് അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറ്റിച്ചിറ ഭാഗത്തേക്ക് പോകാണ്. അവിടെ ഒരു ചാമ്പ്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അവിടുത്തെ പൊറാട്ടയും ബീഫ് കറിയും കഴിക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ എന്നെ കുറേ വിളിച്ച്, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞാനിവിടെ കുറ്റിച്ചിറ കുളം ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഇരുന്നപ്പോൾ എന്താ അറിയില്ല, പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി കേട്ടോ. അങ്ങനെ എന്നെ ഒരുപാട് വിളിച്ചു, പക്ഷേ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞതിനോണ്ട് പിന്നെ ഞാൻ കണ്ടില്ലേ, ഒരുപാട് ആൾക്കാരുണ്ട്, ആണുങ്ങളാണ് കേട്ടോ ഒരുപാടുള്ളത്. അപ്പം ഞാനിവിടെ ഇതും ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്നു. പിന്നെ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.